ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹണിബി ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ കൂൺ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പാക്കറ്റ് കൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വയ്ക്കുകയാണ്. ഒരു 3 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കുതിരാൻ വെച്ച ശേഷം നമുക്ക് കഴുകിയെടുക്കാം. അത് അതിൻ്റെ അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ഇഡ്ഡലി ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ച് അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് പിന്നെ ചോറിനും കൂട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വയ്ക്കുകയാണിത്. നല്ല ടേസ്റ്റാണ് ഈ മുട്ടക്കൂണിന്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഗ്രേവിക്ക്. ഇതിൽ ബിരിയാണി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇന്ന് അടുപ്പത്താണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം ഞാൻ എപ്പോഴും ഇറച്ചി, മീൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുപ്പിലാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ് അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, എപ്പോഴും ഉണ്ടാക്കില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ ഇത്. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് സബോള 2 കൂടെ അരിഞ്ഞെടുക്കണം. തക്കാളി 2, പച്ചമുളക് 2, അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അരച്ച് ഫ്രിഡ്ജിൽ സേവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്താൽ മതി. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം പെട്ടെന്ന്. അങ്ങനെ കൂണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് സബോള 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി 2, പിന്നെ പച്ചമുളക് 2, എരിവില്ല അധികം, ചെടിയിൽ നിന്ന് പറിച്ചതാണ്. കറിവേപ്പിൻ്റെ ഇല ചെടിയിൽ നിന്ന് പറിച്ചതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ അരച്ച മസാലയാണ്. ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്ന മസാല കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചത് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് ഞാൻ മൺപാത്രത്തിലാണ് ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. അത് ചൂടായതും അതിലേക്ക് സബോളയും കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അടുപ്പത്താകുമ്പോൾ പെട്ടെന്ന് ചട്ടി ചൂട് കയറും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റുമാണത്. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളകും ഇനി തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എണ്ണ പിരിഞ്ഞ് വരുന്ന സ്ഥലത്തൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതുപോലെ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് പൊടിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വിറക് നല്ല കത്തുന്നുണ്ട്, നീക്കി വെച്ചതാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പെട്ടെന്ന് അടി പിടിക്കും. തീ നല്ലോണം കത്തുന്നുണ്ട്.
ഇപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിന്. ഞാൻ കടയിൽ നിന്ന് മേടിച്ച ഗരം മസാല കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം കൂണ് ചേർത്താണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പാകത്തിന്. അപ്പോൾ കൂണിൽ വെള്ളം വിടും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം. ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം. നല്ല മിക്സാക്കും തോറും അതിൽ വെള്ളം വിട്ട് വരും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം. ഇനി മതിയാവും. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും ഗ്രേവിക്ക്. ഉപ്പ് പാകത്തിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, വേണമെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മിക്സാക്കിയ ശേഷം ഇനി വേകട്ടെ എന്ന് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി റെഡിയാകും. കൂൺ ഗ്രേവി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കണം. ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയായ ഗ്രേവി റെഡിയായി. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.